പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു പള്ളാത്തുരുത്തി എക്സ്പ്ലോറാണ്. എന്നുവെച്ചാൽ നമ്മൾ പള്ളാത്തുരുത്തി ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ളൊന്നും ഇല്ല, കുറച്ച് ഭാഗങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്, അപ്പോൾ അവനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സൈക്കിളിലാണ് പോകാൻ പോകുന്നത്. ഈ സൈക്കിള് എല്ലാവർക്കും അറിയാം, അർബൻ ടെറൈൻ MTB സൈക്കിൾ. ഇപ്പോൾ ഇതിൽ ഓഫ് റോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ പോയി കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ സൈക്കിൾ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാലത്തിൻ്റെ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വരാൻ നടന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്ത സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാലം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതാണ് പാലം എന്ന് പറയുന്നത്. അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തോട്ട് നമുക്ക് പോകാം. അവനോട് ഇപ്പോൾ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് തിരിയണം. അപ്പം ആദ്യമേ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ആയിട്ടൊരു പാലം കാണാൻ സാധിക്കുന്നു. നമുക്ക് ഈ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ഇങ്ങോട്ടാണ് നമ്മൾ കയറുന്നത്. ഇങ്ങോട്ട് നമുക്ക് നേരെ പോകണം. ഗൈസ് ഇവിടെയൊക്കെ നോക്കി എന്ത് മനോഹരം. പക്ഷെ ഇപ്പം നല്ല വൈബൊന്നും കാണത്തില്ല. വായിക്കിട്ടും കാണാൻ പറ്റില്ല. കുറച്ചും കൂടെ ഇതിപ്പോൾ തുടങ്ങി. ഇതെന്തോ ഇപ്പം സ്മെല്ലിപ്പോൾ കൊയ്യാനായിട്ട് നിൽക്കുകയാണ്. എല്ലായിടത്തും വളർന്ന് നിൽപ്പുണ്ട്. അന്നേ വന്നപ്പം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. എല്ലായിടത്തും വളർന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ആയിട്ട് ചെറിയ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലം കണ്ടാവും. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പാടമൊക്കെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ള പാടമാണ് ഇവിടെ. പാടത്തിൻ്റെ നടുക്കാണ് ഈ റോഡ്. അതിൽക്കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മൾ ഫോൺ കൈ പിടിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി കുലുക്കൊക്കെ കാണും. ഇതാണ് ലേക്ക് പാലസ് എന്ന് പറയുന്ന സ്ഥലം. നല്ല വെയിൽ കാണുക. അപ്പുറത്തും റോഡുണ്ട്. നമുക്ക് അപ്പുറത്തൂടെയാണ് പോകേണ്ടത്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് ചെറിയ റോഡാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ചേക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അവിടെ നിന്ന് നമുക്കിനി നേരെ പോകുമ്പോഴാണ് നമ്മുടെ സ്ഥലം നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പാടാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകും. ഈ സൈഡിലായിട്ടൊരു തോട് കണക്കൊക്കെ ചെറിയൊരു തോട് ഉണ്ട്. ഇപ്പുറത്ത് കുറേ മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. കമ്പി വെച്ച് ഇവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. ഈ തോട്ടിൽ മീനുണ്ടോ അവിടെ? ഇവിടെയും പാടം തന്നെയാണ്. ഇതാണ് ആ തോട്. ചെന്ന് അവസാനിക്കുക അവിടെ ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ ഇറങ്ങാം. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴാണ് ആ സ്ഥലം. ഇതിൻ്റെ നടുക്കായിട്ടൊരു എന്തുകൂടെ ചാല കണക്കിട്ടൊരു സാധനമുണ്ട്. അതാണ് ഞാൻ
സ്ഥലം. നമുക്ക് അങ്ങോട്ട് സൈക്കിൾ അങ്ങോട്ട് കയറ്റി വെക്കാം. സൈക്കിൾ ഇവിടെ വെച്ചാൽ മതിയല്ലോ. ഇതാണ് ആ സ്ഥലം. അവിടുത്തെ വെള്ളം മോട്ടർ അടിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറേ കോളല്ല. അവിടെ ആയിട്ടൊരു കായൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കായൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അങ്ങോട്ട് ഒരുപാട് പോകണം. നമുക്ക് കായൽ കാണാനാണോ? ആ, കാണാൻ പറ്റുമോ? അങ്ങോട്ട് കുറേ നമുക്ക് പോയി നോക്കാം. ഇതിന് ആഴം കുറവാണ്. ഇവിടെ കടവ് കണക്കിട്ടൊരു സാധനം. ആഴം കുറവല്ല. ആഴം കുറവാണെന്നാണ്. ആ, ഇതാണ് ആ കായലിൻ്റെ. ഇതാണ് പുന്നമടക്കായൽ. ഇവിടെയാണ് വള്ളംകളിയൊക്കെ നടക്കുന്ന കായൽ. ഇതാ അവിടെ ആയിട്ടാണ് ഫിനിഷിംഗ് പോയിന്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏതാണോ ദൈവം കാണിച്ചു തരും. നമ്മുടെ നേരെയായിട്ട് ഒരു ഹോട്ടലുണ്ടോ? അവിടെയാണ് റമദ ഹോട്ടൽ. ഇത് അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. VIP സീറ്റൊക്കെ അവിടെ അല്ലേ? VIP ഇപ്പുറത്താണ്. ഗാലറിയൊക്കെ ആ സൈഡിലായിട്ടാണ്. PBC ആണ് ജയിച്ചത്. വള്ളം കാണാൻ പറ്റുമോ നമുക്ക്? എവിടെ? ആ, വള്ളം ഇവിടെയൊക്കെ വെക്കുന്നതാണ്. പ്രശ്നം ജയിച്ചതുകൊണ്ട് ഇവിടെ ഇല്ല. കുറച്ച് നാളെടുക്കുമല്ലോ വരെ. ഇവിടെ ഒരു ശിക്കാരി കണക്ക് ഹൗസ് ബോട്ട്. പിന്നെ വള്ളത്തിൻ്റെ പുതിയ പണി, പെയിൻ്റടി അല്ലെങ്കിൽ പുതിയ വള്ളം എടുക്കും, ട്രയലടി, നമ്മുടെ തുഴയുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പരിശീലനം, ക്യാമ്പ്, ഇതൊക്കെ നടക്കുന്നതാണ്. അതും കുറച്ച് സമയം എടുക്കും. അടുത്ത നെഹ്റു ട്രോഫി എടുക്കും. ഇപ്പോൾ കഴിഞ്ഞത് 70ാമത്തെ നെഹ്റു ട്രോഫി ആയിരുന്നു. അടുത്തത് 71 ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് PBC ജയിക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ജയിക്കുന്നത് 5ാമത്തെ പ്രാവശ്യമാണ്. 5 കപ്പുണ്ട് ഇവർക്കിപ്പം. ഹാട്രിക് അടിച്ച കപ്പ് സ്വന്തമാകത്തില്ലടാ. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഒരു ഹാട്രിക് ഉണ്ട് ഗൈസ്. ഇപ്പം അടുത്ത വള്ളംകളിയും കൂടി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാട്രിക് ആണ് ഗൈസ്. അത് നമുക്ക് ഇവിടുന്ന് മെല്ലെ നീങ്ങും ഗൈസ്. അപ്പം നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അവിടെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പോയി നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണിതാ. അവിടെ ആയിട്ടൊരു വള്ളം പോകുന്നത് കാണാം. നമ്മൾ നേരെ ഇറങ്ങുന്ന ഒരു കായലിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട കായലിൻ്റെ സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ കയറി ചെല്ലുമ്പോഴാണ് അവിടെ ആയിട്ട് ചെറിയ വഴിയാണ്. അതിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അവിടെ കുറേ വലിയ കായലാണ്. വള്ളമൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റാ വള്ളമൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടാടാ? ബസ് നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടെ നിന്നിട്ട് ഇതാണ് നമ്മുടെ സീറോ ജെട്ടി. അവിടുന്ന് ഒരു SWTയുടെ ബോട്ടൊക്കെ വരുന്നത്. അത് ഇങ്ങോട്ടുള്ള ബോട്ടായിരിക്കും. ഒരു ചേട്ടൻ അവിടെ കയറാൻ വേണ്ടി നിൽക്കുന്നു. നോക്കാം. ജെട്ടിയുടെ പേരാണ് സീറോ ജെട്ടി. വരുന്ന വെള്ളം കണ്ടോ? അതിവിടെ നിർത്തും. ഒരുപാട് വള്ളങ്ങളൊക്കെ പോകും. ഒരു ഹൗസ് ബോട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ആ ചേട്ടൻ കയറും. കാണിച്ചു തരാം. ഇത് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഈ SWTയുടെ തന്നെ ഇതാണ് സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, സാധാ ഉണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണ്. ഈ ബസ് സൂപ്പർ ഫാസ്റ്റ് ആണ്.
ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ചെറിയ റോഡാണ്. അതായത് വള്ളം കെട്ടിയിട്ടിരിക്കുന്ന കയർ. ചെറിയ റോഡാണ്. ഇവിടെ അവിടെ ആയിട്ട് കയാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഒരു ചെറിയൊരു പാലമുണ്ട്. ഇവിടെ BBC കുറിച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വള്ളാത്തുരുത്തിക്കാർ വെച്ചാണ് ഈ സാധനം. ഇതിൻ്റെ അകത്താണ് കയാക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഓണറാണ് അവിടെ ഇരിക്കുന്നത്. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ഇറങ്ങാം. പൈസ കൊടുക്കണം. എത്ര രൂപയാകുമായിരിക്കും? 650 രൂപയൊക്കെയാകും ഗൈസ് ഒരാൾക്കാ. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. വള്ളാത്തുരുത്തിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലെക്സാണ്. ഇവിടെ ഒരു ആറ് വാട്ടറുണ്ട്. എവിടെയാണ് നീ പറഞ്ഞു? ഗൈസ് അപ്പുറത്ത് കാണുന്ന ബോട്ടാണ്. ഇപ്പം നമ്മൾ കണ്ട ബോട്ടാണ്. അവിടെയും ഒരു സ്റ്റോപ്പുണ്ട്. അപ്പുറത്തൂടെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? അതല്ല, ഇവിടെ നിന്നൊന്നും വഴിയില്ലേ? ഗൈസ് അക്കരയിലൂടെ പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ പോകണം. ഇവിടെ ഗൈസ് ചങ്ങനാശ്ശേരിയുടെ എന്തോ ഇല്ലേ? വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട്. ഗൈസ് ഇവിടെ ഉടനെ തന്നെ ഒരു പാലം വരും. ഗൈസ് നേരെ കണ്ട ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്ട്രെയിറ്റ് ആണെന്ന് ഇതുണ്ട്. അതാണ് അങ്ങോട്ട് പോകുമ്പോഴാണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. അപ്പുറത്തൊരു BBC ക്യാമ്പുണ്ട്. കാണിച്ചു തരാം. അവിടെ നിന്ന് വള്ളമൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന വള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ നിന്ന് വരുന്ന വള്ളമാണിത്. ആയിട്ടൊരു വലിയ ഹൗസ് ബോട്ട് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട് BBCയുടെ ഫ്ലെക്സ്. കുറേ സ്റ്റോപ്പുണ്ട് ഇവിടെ. ആ കാണുന്ന നേരെ കാണുന്ന ഒരു സ്റ്റോപ്പാണ്. അവിടെ നിന്ന് ഉള്ള വെള്ളമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസിൻ്റെ അവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വെള്ളം കുടിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടാണിത്. ഈ കാണുന്നത് ഒരു എന്തുവാടാ ജെട്ടി. ആ ജെട്ടിയാണ് നമ്മൾ കാണുന്നത്. നേഴ്സ് ജെട്ടി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നിന്നാണ് ഓരോ ആൾക്കാർ പോകുന്ന വെള്ളം. ഇപ്പോൾ ഇവിടെ നിന്ന് പോയതാണ്. ബോട്ടാണത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബോട്ട് കിട്ടും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബോട്ട് കിട്ടും. കയറണമെങ്കിൽ കൈ കാണിച്ചാൽ മതിയില്ല. എത്ര രൂപയാകും ഒരു ബോട്ടിന് ടിക്കറ്റ്? ഞാൻ പോയതിൽ വെച്ച് നമ്മുടെ ആലപ്പുഴ എട്ടി അറിയാം. മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ജോസ് അലിക്കാസിൻ്റെ ഓപ്പോസിറ്റ്. അതിൻ്റെ അവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട 080 വരെ വരാൻ 8 രൂപ അല്ലെങ്കിൽ 6 രൂപ ആകത്തുള്ളൂ. ഇങ്ങോട്ടൊരു 10 രൂപ ആകത്തുള്ളൂ. നമുക്കിവിടെ അവിടെ നിന്ന് ഒരു പുന്നമട വരെ വരാൻ ഒരു 20-25 രൂപ. ബസ്സിനെക്കാട്ടിയും പ്രൈസ് കുറവാണ് ബോട്ട്. ബോട്ടിന് അവിടെയൊക്കെ ചെല്ലാനായിട്ട് അവിടെ ചെല്ലാനായിട്ട് 6-10 രൂപയൊക്കെ ഉള്ളൂ. ബോട്ടിനായിരുന്നു ഇവിടെ. എന്തായിരുന്നു അവിടെ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ SDV സ്കൂളിൽ പഠിക്കുമ്പം അവിടുന്ന് എന്തായിരുന്നു ജെട്ടിയിൽ നിന്ന് ബോട്ട് കയറി ഇങ്ങോട്ട് വരും. നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ ബോട്ടിലാണ് സ്കൂളിൽ പോകുന്നത്. എപ്പോഴും ബോട്ട് വരും ഇവിടെ നിന്നാ? എപ്പോഴും കിട്ടുക? അവിടെ ഇട്ടൊരു ബോട്ട് കാണാം. ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന ബോട്ട് അതിങ്ങോട്ടാണ് വരുന്നത്.
നമുക്ക് കയറണ്ടേ, അതുകൊണ്ട് ഇവിടെ നിർത്തത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിലേ നിർത്തത്തുള്ളൂ. നമുക്കെങ്കിൽ ഇവിടുന്ന് പോയാലോ? ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ അതിനകത്ത് ആൾക്കാർ ഇറക്കാനുണ്ടെങ്കിൽ നിർത്തും. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ഇതാണ് സ്പീഡ് ബോട്ട്. എന്താ അറിയാം ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആ ജെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു ആ ജെട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഇറങ്ങിയ ജെട്ടിയുടെ പേര് എന്തൊരു നേഴ്സ് ജെട്ടി, അത് ഞാൻ മറന്നുപോയി. ഇവിടെയായിട്ട് വലിയൊരു ഹൗസ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓഫ് റോഡ് സ്ഥലമൊന്നുമില്ലടാ. അക്കരയിലുണ്ടെന്ന് തോന്നുന്നില്ലേ? ആ അപ്പുറത്തെ സൈഡിൽ നമ്മളെ അപ്പുറത്തെ കാര്യം ഫുൾ ഓഫ് റോഡാണ്. ഇവിടെയൊക്കെ കുറേ ബോട്ടൊക്കെ കാണാൻ സാധിക്കും. ഇതെന്തുവാടാ? റിസോർട്ടാണ് ഗൈസ്. ഇവിടെ ബോട്ടിലൊക്കെ വന്നതിന് ഇവിടെ താമസിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കരയിൽ കുറച്ച് സ്പോട്ടുണ്ട്, അങ്ങോട്ടും പോകണം. ഇതെന്തുവാണ് ഈ ബോട്ട് കാണും? ഇതൊരു ജങ്കാറാണ്. ഇതൊരു ജങ്കാറാണ്. നല്ല കാറ്റുണ്ട്. ഇവിടെ കയറി നിന്നാൽ മതി, നല്ല തണലും കാറ്റും. ഇവിടെ 2 വെള്ളം കപ്പുണ്ട്. അവിടെ പാനീയമാണെന്ന് തോന്നുന്നു വെള്ളം. അവിടെ എല്ലാവരും അടിച്ച് പൊളിക്കുകയായിരുന്നു. BBC വയ്ക്കുമ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് തുള്ളുന്നത്. ഇവിടെയാണല്ലോ ആഘോഷങ്ങളും. ഇവിടെ ആയിട്ടൊരു കയാക്കിങ്ങിൻ്റെ സ്പോട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊരു ഗുരുമന്ദിരമുണ്ട്, കാണിച്ചിരുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഗുരുമന്ദിരമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതാണ് ഒരു സക്കരയിലോട്ടൊക്കെ പോകുന്ന കടത്തുവെള്ളം. ഫ്രീ ആയിട്ട് പോവാം. ഇവിടെ ആരും ഇല്ലല്ലോ. അതിൻ്റെ അകത്ത് ഒരാളിരിപ്പുണ്ട്. അപ്പം നമുക്ക് അക്കരയിലോട്ടൊക്കെ പോകാൻ പറ്റും. ഞാൻ പോകുന്നില്ല, ഫ്രീ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആയിട്ട് കടയൊക്കെ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലിയിരുന്നാണ്. അവരവിടെ വലയിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അക്കരയിലോട്ട് ഇറങ്ങണം. നല്ല വെയിലുണ്ട്. നമ്മൾ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചായ കോർണറിൻ്റെ ടീ ഷോപ്പ് എന്ന് പറയുന്ന കട. ഇവിടുത്തെ പഴംപൊരിയും ബീഫും ബെസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും രാവിലെ ഒന്ന് കഴിക്കും. പിന്നെ രാവിലെ പണിക്ക് പോകുന്നവരാണെങ്കിൽ എവിടെ പോകുന്നതല്ല, ഞാൻ വരെ കഴിക്കുന്നതാണ്. ഞാൻ മദ്രസ കൊണ്ട് വിടുന്നൊരു ചായയും പൊറോട്ടയും. രാവിലെ ആകുമ്പം കറി കിട്ടുന്നില്ല, പൊറോട്ടയും ചായയും കിട്ടും. അതാണ് ഇവിടുത്തെ ഇവിടെ പഴംപൊരിയും ബീഫും സ്പോട്ട് എപ്പം 7 മണിക്ക് വന്ന് ഇതെല്ലാം രാവിലെ എപ്പോൾ വന്നാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് രാജിക്കട അവിടെ കാണിച്ചു തരാം. അവിടെയും നല്ല അടിപൊളി പഴംപൊരി. രണ്ട് സ്ഥലമുണ്ട്, നല്ല അടിപൊളി കടകളാണ്. അപ്പം നമ്മളിതിന് നേരെ രാജയ്ക്കയുടെ കടയിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓഫ് റോഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ഇവിടെ ഫുൾ ഓഫ് റോഡാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമ്മൾ രാജയ്ക്കയുടെ കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രാജയ്ക്കയുടെ കട, രാജയ്ക്കയുടെ ചായക്കട. പൊറോട്ട ഇറച്ചിയാണ് ഇവിടുത്തെ ബെസ്റ്റ് സാധനം. 1947 സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും ഇത് അടച്ചു കൂട്ടേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ഇത് ഫേമസ് ആണ്. ഇതിലെ കൂടി നോക്കിയാൽ ആ ചില്ലും കൂട്ടിന് കാണാം. അപ്പോഴത്തേക്ക് അപ്പം ബോണ്ടേ എല്ലാം ഇരിക്കുന്നത്. ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് തന്നെ ജെറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ വൈബെല്ലാം ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. നല്ല അടിപൊളി വൈബാണ്. എൻ്റെ വീട് ഇവിടെ അടുത്തായിട്ട് ഞാൻ ഇതുവരെ വന്ന് രാജയ്ക്കയുടെ ഒന്നും കഴിച്ചിട്ടില്ല. ഇത്ര അടുത്തായിട്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല.
ഒരു പ്രാവശ്യം കഴിക്കണം. ഈ നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ? ഞാൻ രാജയ്ക്കെന്ന് പറയുന്നത്. ഈ നിൽക്കുന്ന ആൾ വണ്ടി ഒന്ന് ബ്ലോക്കായി. ജസ്റ്റ് വേറൊരു വണ്ടി ഉണ്ട് അവിടെ. അപ്പം നമുക്ക് അപ്പുറത്തോട്ടൊന്ന് കിടക്കട്ടെ, എന്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ. വല്ലാത്തിരുത്തി ഇതാണ് ആ ചായക്കട. ഇവിടെ ചൂണ്ടയിടാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ്. ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. ഈ വഴിയാണെങ്കിൽ ഫുൾ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആയിട്ടാ ഒരു പള്ളിയുണ്ട്. ഇവിടെയാണ് നീ പഠിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ മദർസ ഇതാണ്. ഇതിൽ നേരെ പോകുമ്പോഴാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. രാജയ്ക്കടെ അങ്ങനെ ആസയും പോയിട്ടുണ്ട്. അവൻ്റെ വീട് അക്കരയിലായിട്ടാണ്. അപ്പോൾ അവൻ അവിടെ പോയിട്ടുണ്ട്. നമ്മളിനി ഒറ്റക്കാണ് വീട്ടിലോട്ട് പോകാൻ പോകുന്നത്. ഇവിടെ ഫുൾ ഓഫ് റോഡാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്പോട്ടുണ്ട്, കാണിച്ചു തരാം. സെറ്റ് സ്പോട്ടാണ്. ഇവിടെ നല്ല ഓഫ് റോഡാണ്. എനിക്ക് ഓഫ് റോഡ് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നതാണ്. എന്തിൻ്റെ കൃഷിയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ കയറൊക്കെ കെട്ടി നിർത്തിയിരിക്കുവാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്ന അത് അറിയത്തില്ല. ഞാൻ അന്ന് വന്നപ്പോൾ ഇറങ്ങിയിരുന്നു അപ്പുറത്ത്. അവിടെ ആയിട്ട് നല്ല പാടമാണ്. പിന്നെ അവിടെ കുറേ കോഴിയും താറാവും ആടുകളും ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെ പോയാലാണ് നമ്മുടെ വീടെത്തും. പാലം കാണാൻ പറ്റും. അതിന് നമ്മുടെ ആ പാലം എത്തുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അവിടെ ഒരു വലിയ പശുവുണ്ട്. എല്ലാം ചെയ്യാമെന്നറിയത്തില്ല. നമുക്ക് സൈഡിൽ കൂടെ പോയി നോക്കാം. ഇതൊരു കുട്ടി പശുവാണ്. ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇവിടെ ഇട്ട ഫുള്ള് ചെടിയാണല്ലോ. കാണുന്ന സ്ഥലമാണല്ലോ. ഇതാണ് മോട്ടർ എന്ന് പറയുന്നത്. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നല്ലൊരു സ്പോട്ടുണ്ടായിരുന്നു. എനിക്കവിടെ കുറച്ച് പശുക്കളൊക്കെ കിടപ്പുണ്ട്. ഇതാണ് മോട്ടർ എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് പാടത്തെ വെള്ളമൊക്കെ കളഞ്ഞ് തോട്ടിലോട്ടാണ് കളയുന്നത്. അതാണ് ഈ സംഭവം മോട്ടർ എന്ന് പറയുന്നത്. പാടത്ത് വെള്ളം കൂടി കഴിയുമ്പോൾ ഈ മോട്ടർ തുറക്കും. അപ്പോൾ ഈ വെള്ളമൊക്കെ പോവും. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ സൈക്കിൾ നമ്മളിവിടെ വെക്കും. സൈക്കിൾ ഇവിടെ എല്ലാം വെച്ചിട്ട് ഇറങ്ങി നോക്കാമല്ലോ. അങ്ങോട്ട് ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. അങ്ങനെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കയറ്റം ഇറങ്ങി ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരണം. അതാണ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫോൺ കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് പറ്റത്തില്ല. ഇവിടെയൊക്കെ നല്ല തണലാണ് ഗൈസ്. നല്ല സീൻ വൈബടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ കുറേ തെങ്ങുകളൊക്കെ കാണാൻ പറ്റും. നേരത്തെ ഇങ്ങനെ തെങ്ങുകളും പാടങ്ങളും കായലും തോടും ഒക്കെ. ഇവിടെയൊക്കെ ചൂണ്ടയിട്ട് വലിയ മീനൊക്കെ കിട്ടും ഗൈസ്. അവിടെ അവരൊക്കെ ചൂണ്ടിടുന്നുണ്ട്. പാലം കണക്കത്തെ ഒരു സാധനം അതിൻ്റെ മേളിൽ ചൂണ്ടിടുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളെ വീടെത്താറായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇച്ചിരി സീൻ വഴിയാണ് പാലം. നമ്മളിനി നേരെ പോവാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഓഫ് റോഡും സെക്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഈ സ്ഥലം കണ്ടോ? സ്ഥലം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യേ. വീടെത്താറായിട്ടുണ്ട്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്.
തോട്ടിൽ ഇവിടെയും കുറച്ച് താമരകളൊക്കെ ഉണ്ട്. നമുക്ക് വീടെത്തി നമ്മുടെ ആണ് വീട്. അങ്ങനെ നമ്മുടെ പള്ളാത്തുരുത്തി എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ വീട്ടിലെത്തി ഗായ്സ്. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പള്ളാത്തുരുത്തി എക്സ്പ്ലോർ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ സെറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that?